അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ലാഹ്. ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് അല്ലാഹു തആല നൽകിയതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഈ നാവ് എന്നുള്ളത്. അല്ലാഹു തആല ഒരു മനുഷ്യനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹം നാവാണ്. കാരണം ഏത് വിഷയങ്ങളും സംസാരിക്കേണ്ടതും പറയേണ്ടതും ദിക്ർ ചൊല്ലേണ്ടതും ഖുർആൻ ഓതേണ്ടതും ഇൽമു പറയേണ്ടതും പ്രസംഗിക്കേണ്ടതും എല്ലാം നാവിലൂടെയാണല്ലോ. ദിക്ർ ചൊല്ലണമെങ്കിൽ നാവ് വേണം. അല്ലാഹു തആല ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹു നാവ് നൽകി എന്തിനാണ്? അല്ലാഹുവിന് ദിക്ർ ചൊല്ലാനും അതുപോലെ തന്നെ ഖുർആൻ ഓതാനും നല്ലത് പറയാനും നല്ല വാക്കുകൾ സംസാരിക്കാനും നല്ലതുമായി എപ്പോൾ ഇടപാടാനും സംസാരിക്കാനും അല്ലാഹു തആല നാവ് തന്നിട്ടുള്ളത്. ആ നാവ് നല്ലതിന് വേണ്ടി മാത്രമായിരിക്കണം സംസാരിക്കേണ്ടത്. ഏതൊരു മനുഷ്യനിക്കും ഒരു മനുഷ്യനുള്ള വിദ്വേഷമുണ്ടാക്കുന്ന വാക്കുകൾ പറയുന്നത് നാവിലൂടെയാണല്ലോ. ഏതൊരുത്തിനെയും എന്തും പറഞ്ഞു നടക്കാൻ കഴിയുന്നത് നാവിലൂടെയാണ്. നാവിലൂടെ പറയുമ്പോഴല്ലേ അത് മനസ്സിലാകുന്നുള്ളൂ. ചീത്ത പറയലും മറ്റവനെ ആക്രമിക്കലും ഏത് നാവിലൂടെയാണ്. അപ്പം ആ നാവിനെ വളരെ ശ്രദ്ധിക്കണം. ഒരാളുടെ നാവ് കൊണ്ട് പിന്നൊരാളെ ശല്യപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നമ്മൾ നൽകാൻ പാടില്ല. അതുകൊണ്ടാണ് നാവ് എന്നുള്ളത്. നാം എപ്പോഴും നാവിലൂടെ നല്ലത് മാത്രമേ പറയാൻ പാടുള്ളൂ. മോശമായൊന്നും പറയരുത്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് തൗബ ചെയ്ത് മടങ്ങുക. നമ്മളെപ്പോഴും നല്ലതും പറയണം. ആരെ കണ്ടാലും അവരെ പറ്റി ചീത്ത പറയലും ഇതൊക്കെ നാവിലൂടെയാണല്ലോ പറയല്. ആംഗ്യം കൊണ്ടൊന്നും മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ആംഗ്യം കൊണ്ടും ഇങ്ങനെ ആക്കിയത് കൊണ്ടൊന്നും തിരിയില്ല. നാവിലൂടെ നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, അല്ലെ നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു, അല്ലെ മൂപ്പർ ഇങ്ങനെ വേദന പറയാണ്, മൂപ്പർ ക്ലാസ് എടുക്കാട്, മൂപ്പർ ഇൽമു പറയാട്, മൂപ്പർ ദിക്ർ ചൊല്ലുകയാണ്, മൂപ്പർ ഖുർആൻ ഓതുകയാണ്. ഇതൊക്കെ നാവിലൂടെ വരുമ്പോഴാണല്ലോ അറിയുന്നത്. ഇപ്പം നാവിലൂടെ ഒന്നും പറയാണ്ട് ഇപ്പം ഇങ്ങനെ എന്നാലോ അറിയില്ല എന്താണുള്ളത്. അപ്പം ആ ശബ്ദം ഇതൊക്കെ നാവിലൂടെ സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് നാവ് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നാവിലൂടെ സംസാരിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാവണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ബുഖാരിയിൽ തന്നെ അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാവിനെ മറ്റുള്ളവർ ശല്യപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥ മുസ്ലിമാകുന്നത് യഥാർത്ഥ നാവ് കൊണ്ട് മറ്റവരെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരുത്തൻ യഥാർത്ഥ മുസ്ലിമാകുക. അതുകൊണ്ടാണ് യഥാർത്ഥ മുസ്ലിം ആകുന്നത് അവനവനെ നാവ് കൊണ്ട് സൂക്ഷിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നാവ് കൊണ്ട് ചീത്ത പറഞ്ഞാലോ മറ്റവനെ തെറി പറഞ്ഞാലോ ഗീബത്ത് പറഞ്ഞാലോ നിമിത്ത് പറഞ്ഞാലോ അപ്പോൾ അവർക്ക് മോശമായില്ലേ, അവൻ യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു, നിന്റെ നാവിനെ നീ സൂക്ഷിക്കണം. അതുപോലെ തന്നെ നിന്റെ കൈ കൊണ്ട് മറ്റൊരു ആക്രമിക്കാനും കൂടി പോകാൻ പാടില്ല. ഏതൊരുത്തന് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അവൻ്റെ കൈ കൊണ്ടും അവൻ്റെ നാക്കുകൊണ്ടും മറ്റൊരുത്തനെ ബുദ്ധിമുട്ടാക്കാത്ത ഒരുത്തനാണ്. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞത്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ബുഖാരിയിൽ പറഞ്ഞതല്ലേ. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ടോ അവൻ്റെ നാക്കുകൊണ്ടോ അവൻ വേറെ ഒരാളെയും ശല്യപ്പെടുത്താതിരിക്കുമ്പോഴാണ്. കൈ കൊണ്ട് മറ്റവനെ ആക്രമിക്കാതിരിക്കുമ്പോഴാണ്, നാവ് കൊണ്ട് മറ്റവനെ ശല്യപ്പെടുത്താതിരിക്കുമ്പോഴാണ് അവൻ ആ നാവ് കൊണ്ടും കൈ കൊണ്ടും അവൻ ഒരാളെ ഇതാക്കാണ്ട് അവൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ അവനാണ് യഥാർത്ഥ മുസ്ലിം. മുസ്ലിമു യഥാർത്ഥ മുസ്ലിം സലീമൽ മുസ്ലിമു. എന്നെ ഒരു ബുദ്ധിമുട്ടും വരൂല. എന്നെ കൊണ്ട് ഒരാൾ രക്ഷപ്പെടലാണ്. എൻ്റെ കരങ്ങളെ കൊണ്ടും നാവ് കൊണ്ടും മറ്റൊരുത്തർ രക്ഷപ്പെടുത്തലാണല്ലോ. അപ്പോൾ ഞാൻ അവരെ ചീത്ത പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിം ആകുന്നില്ല. ഞാൻ അവനെ ആക്രമിച്ചാൽ പറ്റൂലല്ലോ. അപ്പം ആക്രമിക്കാതെയും നാവ് കൊണ്ടും തെറി പറയാതിരിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം. അതുകൊണ്ട് നമ്മൾ കരങ്ങളെ കൊണ്ട് ഒരാൾക്കും നമ്മളെ കൈ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ട് വരാൻ പാടില്ല.
നമ്മുടെ നാക്കിലൂടെ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പോൾ യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ കരങ്ങളെ കൊണ്ട് മറ്റവനെ ശല്യപ്പെടുത്താത്തവൻ രക്ഷപ്പെട്ടവനാണ്. അവൻ്റെ കൈ കൊണ്ട് മറ്റൊരു രക്ഷപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ആക്രമിക്കാൻ പോകാതിരിക്കുമ്പോഴാണല്ലോ. അത് നാവ് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടും മറ്റവനെ മറ്റവനിലേക്ക് അവൻ്റെ നാവ് കൊണ്ടൊന്നും പറയാതിരിക്കലാണ്. അതാണ് യഥാർത്ഥ മുസ്ലിം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാവ് കൊണ്ട് വളരെ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യം പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിൽ നിങ്ങൾക്ക് അവിടെ ജാമ്യം നിൽക്കുന്ന 2 കാര്യം. അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് 2 കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം, ഞാൻ അവിടെ നിൽക്കാം. ആ 2 കാര്യം ഏതാണ്? ഒന്ന് നാവും, ഒന്നും കീഴിലുള്ള സ്ഥാനമാണ്. ഈ 2 സ്ഥാനം എല്ലില്ലാത്ത 2 സ്ഥാപനം. അതിനെ നിങ്ങൾ രക്ഷപ്പെടുത്തിയാൽ നിങ്ങൾക്ക് ഞാൻ അവിടെ സ്വർഗ്ഗത്തിൽ അവിടെ എന്താണ് ഞാൻ നിൽക്കുമെന്ന് മൻ സയ്യിദ് ഇബ്നു സഈദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ യദ്മൻ ലി മാ ബൈന ലഹ്യി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, നിങ്ങൾക്ക് സ്വർഗം ഞാൻ നിങ്ങൾക്ക് എന്താണ് നൽകുന്നതാണ്. എങ്ങനെ? നിങ്ങളുടെ നാവും നിങ്ങളുടെ സ്ഥാനങ്ങൾ രക്ഷപ്പെടുത്തിയാൽ, സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായി ഞാൻ അവിടെ നിങ്ങൾക്ക് സ്വർഗം തരും. അപ്പം 2 കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഒന്ന് എന്താണ്? സ്വർഗം തരുന്ന 2 എല്ലില്ലാത്ത 2 വസ്തുവിനെ നിങ്ങൾ എന്താണ് സംരക്ഷിച്ചാൽ, അതുകൊണ്ട് നിങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആകയാൽ നമ്മുടെ നാവ് വളരെ ശ്രദ്ധിക്കണം. നാവ് കൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കൈ കൊണ്ടും ഒരാളെയും ആക്രമിക്കാൻ, ഒരാളും ഭീഷണിപ്പെടുത്താൻ കൈ കൊണ്ട് പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഹദീസ് അവിടെ പറഞ്ഞത്, അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്ന് ബുഖാരിയിൽ പറഞ്ഞത് അങ്ങനെയാണ്. എന്തുകൊണ്ടാണ്? ഒരാൾ ആക്രമിക്കുന്നത് കൈ കൊണ്ടാണല്ലോ, കാലുകൊണ്ട് പിന്നെയാണ്. അപ്പോൾ കൈ എന്നുള്ളത് ഒരാളൊക്കെ വേദനിപ്പിക്കുന്ന കൈ കൊണ്ടാണ്, അല്ലെങ്കിൽ നാവ് കൊണ്ടാണ്. അതിനേക്കാൾ ഏറ്റവും വലുതാണ് നാവ്. നാവ് കൊണ്ട് എന്തൊക്കെയാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, വല്ല ചില എന്തൊക്കെ ലോകത്ത് കാണുന്നറിയില്ല. എവിടെ നോക്കിയാൽ നാവ് കൊണ്ട് സംസാരിച്ചിട്ട് മറ്റവനെ ഗീബത്ത് പറയുക, മറ്റവനെ തെറി പറയുക, ഇല്ലാത്തൊക്കെ പറയുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി, നിന്റെ നാവും അതുപോലെ തന്നെ നിന്റെ കൈ കൊണ്ട് രക്ഷപ്പെട്ടവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഖാരിയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാവ് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ശരീരത്തിൽ 2 എല്ലില്ലാത്ത വസ്തു നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞു, കുശാലിനടുത്ത് നൂറെ മദീനക്ക് അൽഹംദുലില്ലാഹ് ഒരുപാട് ആൾ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ധാരാളം ആൾ സഹായിക്കണം. അവിടെ ഹിഫ്ള് പഠിക്കുന്ന വലിയ കോളേജാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് നടത്തുന്ന, അതുപോലെ തന്നെ മൈസൂർ ഉണസൂറിൽ വലിയ സ്ഥാപനമുണ്ട്. അതിനെ നിങ്ങൾ സഹായിക്കാൻ വേണ്ടി ശ്രമിക്കണം. അവിടെ ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി ഞാൻ വീണ്ടും വരും. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. യൂട്യൂബിലൂടെ കാണുന്നവർക്ക് അല്ലാഹു ഖൈറും നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. ഇത് നിങ്ങളെല്ലാവരും എത്തിക്കണം, മറ്റിലേക്ക് എത്തിച്ച് നിങ്ങൾ ലൈക്കും അതുപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്തുകൊണ്ട് സഹകരിക്കണം. നിങ്ങൾ എല്ലാവരിലേക്കും ദീൻ എത്തിക്കണം. അല്ലാഹു തആല ഖൈറായത് പറയാനും നല്ലത് പറയാനും നമ്മുടെ നാക്കുകൊണ്ട് നല്ലത് മാത്രം പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. കൈകൊണ്ട് ഒരാളെയും ശല്യപ്പെടുത്തത് അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന ബോധം നമുക്കുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.